വിവിആർ മേയറായി സ്ഥാനാരോഹണം ചെയ്തൊരു സമയത്ത് പിന്നെയും ഒരുപാട് സർക്കുലേറ്റ് ആയിട്ടുള്ളൊരു നികേഷ് കുമാറായിട്ടുള്ളൊരു സംവാദത്തിൻ്റെ ഒരു ക്ലിപ്പ് വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും ഇത്രയധികം ട്രോൾ ചെയ്യപ്പെട്ട ഒരു ബി.ജെ.പി നേതാവ് ആ സമയത്ത് വേറെയില്ല. അതൊരു അപമാനമായിട്ടോ, അതൊരു സ്വയം സങ്കടമായിട്ടോ, പേഴ്സണലായിട്ടുള്ള നിമിഷത്തിൽ പോലും അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ ട്രോളി, തേച്ചൊട്ടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ ഇത് പരക്കുന്നത്. അതിനങ്ങനെ ഏറ്റവും ഒരു സന്തോഷത്തോട് കൂടിയിട്ട് വാം ഹാർട്ടോട് കൂടിയിട്ട് അതിനെ വെൽക്കം ചെയ്യാൻ സാധിച്ചിരുന്നോ? ഞാൻ അങ്ങനെ ഒന്നും നമുക്കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യും. ആ. അല്ലാത്തതിൻ്റെയൊക്കെ ഇത് ആർക്ക് ഇതിൻ്റെയൊക്കെ പിറകെ കിടക്കാൻ സമയം? നമ്മൾ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ ചാനലുകളും നമ്മൾ ഓരോ ദിവസം രാവിലെ ചെയ്യുന്നതിനൊക്കെ പുകഴ്ത്തി പറയുമെന്നോ വാഴ്ത്തിപ്പാടുമെന്നോ ഒന്നും വിശ്വസിച്ചിട്ടൊന്നും അല്ലല്ലോ ഇറങ്ങുന്നത്. ഉം. നമ്മൾ ചെയ്യുന്നതിൽ ശരിയുണ്ട്. ഇപ്പോൾ ഒരു ചാനൽ ചർച്ച ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് 100% ശരിയാണ്. ഉം. നരേന്ദ്രമോദി നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് ഒരു സ്ഥലത്തും 15 ലക്ഷം രൂപ നാളെ തരാമെന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിച്ച ആ ക്ലിപ്പിംഗ് ആണെങ്കിൽ ടോം വടക്കം തന്നെ പറഞ്ഞല്ലോ രാജേഷ് പറഞ്ഞാണ് ശരി എന്ന് അദ്ദേഹം തന്നെ പിന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ ഹിന്ദി പ്രസംഗത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ കിട്ടുവാനുള്ള തുക പുറത്തുണ്ട് ഉം. എന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ തരാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല.